വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും ചർച്ചയായി ബാർ കോഴ ആരോപണം. മദ്യനയത്തിലെ ഇളവിന് പണം നൽകണമെന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ഓരോ ബാർ ഉടമകളും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നും സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നുമാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കാനും മറ്റ് ഇളവുകൾക്കും കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും അനിമോൻ പറയുന്നു. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് റിനൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ നിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണതെല്ലാം വെറുതെ ഫേക്കായിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ആരുടെ ഒരു 10 പൈസയും പോകണമെന്നല്ല, അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കപ്പെടുന്നതുമാണ്. പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ടും പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു, നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കും. വിഷയമേറ്റെടുത്ത പ്രതിപക്ഷം എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടു. 25 കോടിയുടെ അഴിമതിയാണ് നടന്നതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെടാതെ പണപ്പിരിവ് നടത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം, പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. ഇത് നഗ്നമായ അഴിമതിയാണ്. ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇപ്പൊ നോട്ട് എണ്ണുന്ന യന്ത്രം എവിടെയാണ് വെച്ചിരിക്കുന്നത്? എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ, മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ, അല്ലെ AKG സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി. കേരളത്തിൽ നടക്കുന്നത് ഡൽഹി മോഡൽ ബാർക്കോഴയാണെന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപണമുന്നയിച്ചു. ശബ്ദരേഖയിലെ ആരോപണം ഗൗരവത്തോടെ കാണുന്നുവെന്ന് പ്രതികരിച്ച എക്സൈസ് മന്ത്രി MP രാജേഷ് രാജി ആവശ്യം തള്ളി. മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ച പോലും ആയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക. അതിന്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട്
ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലെടുക്കും. കോഴയ്ക്കായി പിരിവെന്ന ആരോപണം ബാർ സംഘടനാ പ്രസിഡന്റ് വി സുനിൽകുമാറും തള്ളി. അനിമോന്റെ ശബ്ദ സന്ദേശം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അനിമോനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നതായും വി സുനിൽകുമാർ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയും ഒരിടത്തും വന്നില്ല. കാര്യം എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാർ തുറന്നു തന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. അപ്പോൾ അടിയന്തരമായി ഇന്നലെ ഞങ്ങൾ എറണാകുളത്തൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇത് ചെയ്യണമെങ്കിൽ ഇനി 1.5 കോടി രൂപയോളം, കാര്യം 5,60,00,000 രൂപയോളം അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കണം. അതിൻ്റെ എഴുതാനും മറ്റ് ചിലവുകൾക്കുമായിട്ട് ഏകദേശം 60,00,000 രൂപയോളം വേണം. അപ്പം ഇതിൻ്റെ ബാക്കി തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ 2.5 ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ തരണം, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ലോൺ തരണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ലോൺ തരണം എന്ന് പറഞ്ഞപ്പം അതിനോട് ഈ പറഞ്ഞ അനിമോനടക്കമുള്ള ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. അപ്പോൾ ഇത് മാത്രമല്ല നടന്നത്. ഇതിനു മുമ്പ് തന്നെ ഇത് ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇടുക്കിയിൽ അനിമോനടക്കമുള്ള ചില ആളുകളും കൊല്ലത്തുള്ള ചില ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു 2 മാസത്തോളമായി. അപ്പോൾ ഞങ്ങളത് ഇന്നലത്തെ കമ്മിറ്റിയിൽ അനിമോൻ ഇരിക്കെ തന്നെ വളരെ ശക്തിയായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അനിമോൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രവൃത്തി നടത്തുന്നത് ശരിയല്ല. ബിൽഡിംഗ് ഫണ്ട് ഏറ്റവും കളക്ഷൻ കുറച്ച് കിട്ടിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇത്തരത്തിൽ ചർച്ച ചെയ്തു. ഇപ്പോൾ സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അനിമോൻ വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അരുൺ, ഏതായാലും ബാർക്കോഴ ആരോപണം ഈ പ്രസിഡന്റിന്റെ വിശദീകരണത്തോടെ പ്രതിപക്ഷം പുറകോട്ട് പോകുമെന്ന് കരുതേണ്ട. കാരണം അത്രയധികം മുറിവേറ്റ ഒരു സംവിധാനമാണ് UDF എന്നുള്ളത് ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇതിനെ ഏത് തരത്തിലാണ് സമീപിക്കുന്നത്? സർക്കാരിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ ഇതിലൊരു എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന തരത്തിൽ തന്നെയല്ലേ? രജിത്ത്, 10 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും ഒരു ബാർക്കോഴ ആരോപണം ഉയരുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ച ആരോപണമാണ് 2014 ഒക്ടോബർ 31 ബാർ മുതലാളി ബിജു രമേശൻ ഉന്നയിച്ചത്. അതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായി. UDF മുന്നണി അക്ഷരാർത്ഥത്തിൽ തകരുന്ന സാഹചര്യമുണ്ടായി. ഭരണം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും അതുതന്നെയെന്ന വിലയിരുത്തലുകൾ പിന്നീട് വന്നതാണ്. അതിനു പിന്നാലെ ഇപ്പോൾ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ 3ാം വർഷം പൂർത്തിയാകുമ്പോൾ 4ാം വർഷം കടക്കുമ്പോൾ ഒരു ആരോപണം കൂടി ഉയർന്നു വരികയാണ്. അവിടെ അതുകണ്ട് പകച്ചു നിൽക്കാനും പ്രതിരോധിക്കാനുമല്ല സർക്കാർ തയ്യാറായതെന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. വെല്ലുവിളിച്ചുകൊണ്ടാണ് മന്ത്രി MP രാജേഷ് എക്സൈസ് മന്ത്രി ഈ ആരോപണത്തെ നേരിട്ടത്. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന വാദം അദ്ദേഹം ഉന്നയിക്കുന്നു. അവിടെയും കഴിഞ്ഞ ആരോപണത്തിൻ്റെ ഒരു ചില കാര്യങ്ങൾ, സമാനമായ കാര്യങ്ങൾ, ബാർ ഉടമകളുടെ ഇടയിൽ 2 ഗ്രൂപ്പുകൾ, ഒരു ഭിന്ന അഭിപ്രായം, അതുതന്നെയാണ് ഇപ്പോഴും ഇത്ര വിവാദത്തിന് പിന്നിലെന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നു. ബാർ ഉടമകളുടെ ഇടയിൽ ഭിന്നതയുണ്ട്. ആരോപണം ഉന്നയിച്ച ആളെ ഇന്നലെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ അതേപടി, അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വാദങ്ങൾ പൂർണ്ണമായും നിലനിൽക്കുന്നതല്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ രാഷ്ട്രീയ ചർച്ചയെ മാറിക്കഴിഞ്ഞു ബാർക്കോഴ ആരോപണം, 2ാം ബാർക്കോഴ ആരോപണം. അതെങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ തുറചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും ഈ ആരോപണം അന്വേഷണം കൊണ്ട് നേരിടാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അന്ന് UDF സർക്കാരും സമാനമായാണ് തീരുമാനിച്ചത്. ഒക്ടോബർ 31 ബിജു രമേശ് ആരോപണം ഉന്നയിക്കുമ്പോൾ അന്ന് നവംബർ 1 തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്തത്. ഏതായാലും ഇപ്പോഴും അത്തരമൊരു ആരോപണത്തിലേക്ക് സർക്കാർ അന്വേഷണത്തിലേക്ക് കടക്കുമോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അന്വേഷണം വേണമെന്ന് മന്ത്രി തന്നെ പറയുന്നു. ഗൂഢാലോചനയാണ് നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പണം നൽകാൻ ശ്രമിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് എക്സൈസ് മന്ത്രി നൽകുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രതിപക്ഷം തൃപ്തരാകുന്നില്ല. അവർ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. KPC അധ്യക്ഷൻ കെ സുധാകരൻ വാർത്താക്കുറിപ്പിലൂടെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താസമ്മേളനം നടത്തിയും എക്സൈസ് മന്ത്രി MP രാജേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. 20 കോടിയുടെ ആരോപണമെന്നും 25 കോടിയുടെ ആരോപണമെന്നും 2 വാദങ്ങൾ പ്രതിപക്ഷത്തെ നേതാക്കൾ തന്നെ പറയുന്നുണ്ടെങ്കിലും ഏതായാലും വലിയ അഴിമതി നടന്നുവെന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷത്തിന് ഉള്ളത്. സർക്കാരാകട്ടെ ഇതിൽ ഒരു തരത്തിൽ അഴിമതി നടന്നിട്ടില്ല. ആരെങ്കിലും അഴിമതി നടത്താൻ തയ്യാറായാൽ അന്വേഷണം നടത്താൻ, അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യം അരുൺ, ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അത് അവസാനിച്ച ശേഷം
ഈ കാതലായ മാറ്റം മദ്യനയത്തിൽ ഉണ്ടാകും എന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ആലോചന പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ ആലോചന ഉണ്ടായെന്നും നിയമസഭാ സമിതി അടക്കം ഈ വിഷയം അംഗീകരിച്ചതുമാണ്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പുറകോട്ട് പോക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണ്ടേ സ്വാഭാവികമായും? രഞ്ജിത്ത്, മന്ത്രിയുടെ ആ വാദം ശരിയല്ല, അത് വസ്തുതകൾക്ക് നിരക്കുന്നതുമല്ല. കാരണം മദ്യനയത്തിൻ്റെ പ്രാഥമിക ചർച്ചകൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. സെക്രട്ടറി തലത്തിൽ 2 യോഗം പൂർത്തിയായി കഴിഞ്ഞു. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന്, 1-ാം തീയതി ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ബാർ ഉടമകളുടെ, ടൂറിസം മേഖലയിലെ ആളുകളുടെ നിവേദനം കഴിഞ്ഞ 3 വർഷമായി സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഇപ്പോഴും അത് അങ്ങനെ ഡ്രൈ ഡേ ഒഴിവാക്കിയാൽ നന്നാകുമെന്ന് എക്സൈസ് വകുപ്പിൻ്റെ റിപ്പോർട്ട്, എക്സൈസ് വകുപ്പ് സെക്രട്ടറിയുടെയൊക്കെ റിപ്പോർട്ട് സർക്കാരിന് മുന്നിലുണ്ട്. അതിൽ ചർച്ചകൾ നടക്കുകയാണ്. അടുത്ത മാസം 10-15 തീയതിയിൽ ബാർ ഉടമകളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല, പ്രാരംഭ ചർച്ചകൾ പോലും ഉണ്ടായിട്ടില്ലെന്ന എക്സൈസ് മന്ത്രി എം ബി രാജേഷിന്റെ വാദം നിലനിൽക്കുന്നതല്ല. ചർച്ചകൾ ആരംഭിച്ചു എന്ന വസ്തുതയാണ്. അതാണ് ഈ ആരോപണത്തിന് ബലം നൽകുന്നത്. ഈ ആരോപണം ഉയർന്ന സമയമാണ് എന്തോ നടക്കാൻ പാടില്ല നടന്നുവെന്ന പൊതുധാരണ ഉണ്ടാക്കാൻ പ്രധാന കാരണം. സർക്കാർ മദ്യനയത്തിൻ്റെ ചർച്ചയിലാണ്. ഡ്രൈ ഡേ, 1-ാം തീയതി ഡ്രൈ ഡേ ഒഴിവാക്കുന്ന കാര്യം ഗൗരവമായി തന്നെ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. മദ്യനയത്തിൻ്റെ പ്രാരംഭ ചർച്ചകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാദം നിലനിൽക്കില്ല. മദ്യനയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ആരെങ്കിലും ബാർ ഉടമകളെ പണത്തിന് വേണ്ടി സമീപിച്ചോ അല്ലെങ്കിൽ സർക്കാരിനോ ഉദ്യോഗസ്ഥർക്കോ രാഷ്ട്രീയ നേതൃത്വത്തിനോ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണിക്കോ പണം നൽകാൻ ആരെങ്കിലും പിരിവ് തുടങ്ങിയോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അവിടെയാണ് സ്വാഭാവികമായും അന്വേഷണം ഉണ്ടായാൽ അത്തരം കാര്യങ്ങളിലേക്കാകും അന്വേഷണം പോകേണ്ടത്. മന്ത്രി പറഞ്ഞത് ശരിയല്ല. പക്ഷേ ഇപ്പോൾ ഈ ബാർ ഉടമകൾ ആര് പറഞ്ഞിട്ടാണ് പിരിവ് തുടങ്ങുന്നത് അല്ലെങ്കിൽ പിരിക്കാൻ നീക്കം നടത്തിയതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ബാർ ഉടമകളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ തള്ളിപ്പറയുമ്പോൾ സ്വാഭാവികമായും ആ വാദത്തിന് ബലം കുറയുന്നു. എന്നാൽ എന്തോ നടന്നിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ്. അത് ബാർ ഉടമകളുടെ തർക്കം മാത്രമാണ് ഇതിന് കാരണം. കഴിഞ്ഞ യു.ഡി.എഫ് സർക്കാരിൻ്റെ കാലത്തെ ആരോപണം ഉള്ളതുപോലെ 2 പക്ഷത്തെ ഇപ്പോഴും ബാർ ഉടമകൾ നിൽക്കുന്നു. അത് അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ഗൂഢാലോചനയായിരുന്നു അത്തരമൊരു ആരോപണം എന്ന വാദം അന്നത്തെ ഭരണപക്ഷം ഉയർത്തിയതാണ്. ഇപ്പോഴും സമാനമായി പ്രതിപക്ഷമാണോ ഇതിന് പിന്നിലെന്ന സംശയം സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചയായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്നു. സഭയിലും ഇത് വലിയ കോളക്കങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ബാർക്കോഴ ആരോപണത്തിൻ്റെ 2ാം എപ്പിസോഡ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടങ്ങുന്നു. അത് ഏതുവരെ പോകും, അതെങ്ങനെ സർക്കാർ പ്രതിരോധിക്കാൻ ആക്രമിക്കാനാണ് തങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് എം ബി രാജേഷ് വ്യക്തമാക്കുന്നു. പ്രതിപക്ഷം എങ്ങനെ ഈ അവസരം വിനിയോഗിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കാത്തിരുന്നു കാണണം. ഇനിയുള്ള മണിക്കൂറുകൾ സർക്കാരിനും നിർണായകമാണ്. ബാർക്കോഴ വിവാദം സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ. ബാർ ഉടമകൾ വിചാരിച്ചാൽ സംസ്ഥാന സർക്കാർ വഴങ്ങിക്കൊടുക്കും എന്ന ധാരണയുണ്ടാകുന്നത് ശരിയല്ലെന്നും ശിവരാമൻ പറഞ്ഞു. ബാർക്കോഴയ്ക്കായി പിരിവ് എന്ന ആരോപണം ഗൗരവമുള്ളതെന്നും അന്വേഷണം നടത്തണമെന്നും KK ശിവരാമൻ നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇങ്ങനെ കുറെ ബാർ ഉടമകൾ വിചാരിച്ചാൽ ഒരു ഗവൺമെന്റ് അവർക്ക് വഴങ്ങിക്കൊടുക്കും എന്ന ധാരണ സമൂഹത്തിൽ പടരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയമുണ്ട്. ബാർ ഉടമ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ വാർത്താലേഖനത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അനിമോനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അനിമോൻ വേറെ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ തീരുമാനിക്കാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചാണോ അനിമോൻ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്? രണ്ടാമത്തെ കാര്യം, വളരെ ഗൗരവമുള്ള, വളരെ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമേറിയ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പുറത്തുവന്ന ശബ്ദരേഖയെക്കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് VM സുധീരൻ ആവശ്യപ്പെട്ടു. സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അണിയറയിൽ നടന്ന ചർച്ചകളുടെ ഭാഗമാണിത്. UDF സർക്കാരിൻ്റെ കാലത്ത് താൻ സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും VM സുധീരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇതൊന്നും തങ്ങൾക്കറിയില്ല, പ്രാരംഭ ചർച്ച പോലും നടത്തിയിട്ടില്ല എന്നത് വിശദീകരിക്കുന്നത് ഞാൻ കണ്ടു. നമുക്കെല്ലാവർക്കും അറിയാം, സർക്കാരിന്റെ അണിയറയിൽ അവരുടെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അണിയറ നീക്കങ്ങൾ, കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ടൂറിസം സെക്രട്ടറി തലത്തിൽ ചർച്ച, ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച. മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് അതെല്ലാം അറിയാവുന്നതാണ്. മദ്യത്തിൽ നിന്നും വരുമാനം കൊണ്ട് സർക്കാർ നടത്തുക എന്നുള്ളത്, ഞാൻ തുറന്നു പറയട്ടെ, ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ 3 ഇരട്ടി
ഈ മദ്യവ്യാപനം മൂലമുള്ള വിപത്തുകൾ, കെടുതികൾ ഇല്ലാതാക്കാൻ സർക്കാരിന് പരിഹാര മാർഗങ്ങളായി നൽകേണ്ടി വരുന്നുണ്ട്. ഈ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? അതല്ല, ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാര്യം എന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിടുന്ന അതിക്രമങ്ങൾ പെരുകുന്നതിന്റെ കാരണം എന്താണ്? ഇന്ന് കേരളത്തിൽ തലമുറകൾ തന്നെ എത്ര 10,000 കോടികൾ ചെലവാക്കിയാലും രക്ഷിക്കാൻ സാധിക്കാത്ത തലത്തിലേക്ക് നമ്മുടെ തലമുറകൾ എത്തിയിരിക്കുന്നു. അന്നത്തെ നിലപാട് എന്റെ ഒരു ദിവസത്തെ നിലപാടല്ല, ഒരു വർഷത്തെ നിലപാടല്ല. ഞാൻ നിയമസഭയിൽ വന്ന കാലം മുതലേ സ്വീകരിച്ചു വന്ന ഒരു നിലപാടിന്റെ തുടർച്ചയാണ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. തന്നെയുമല്ല, ആ സർക്കാരാണ് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ ബാറുകൾ 730 ബാറുകൾ അടച്ചുപൂട്ടിയത്. ബാർ ഉടമയുടെ ശബ്ദരേഖ പുറത്തു വന്നതോടെ സർക്കാരിന്റെ കള്ളത്തരം പുറത്തു വന്നതായി തിരുവഞ്ചൂർ. പച്ചയായ അഴിമതിയാണ് നടക്കുന്നത്. ഈ സർക്കാർ വന്ന ശേഷം അനുമതി കൊടുത്തതാണ് 99% ബാറുകൾക്കും. ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം ചെയ്ത അഴിമതിയാണെന്ന് കരുതുന്നില്ല. ഡ്രൈ ഡേ മാറ്റാനുള്ള തീരുമാനത്തോട് UDF യോജിക്കില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണണ്ടേ. ഒന്ന്, ഇവിടെ ഡ്രൈ ഡേ നിർത്തലാക്കാൻ തീരുമാനിച്ചു. എന്നൊക്കെയാ ഡ്രൈ ഡേ? ഇവിടെ ഗാന്ധി ജയന്തി ദിനമടക്കം, ക്രിസ്മസ് ദിവസമടക്കം, വിഷുവിനും ഓണത്തിനുമാണ് ഡ്രൈ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസങ്ങൾ. അന്നുകൂടി മദ്യം വിൽക്കാൻ തീരുമാനിച്ച ആളുകൾക്ക് എന്ത് ധാർമ്മികത്വം ഉള്ളത്? അവരെന്ത് ധാർമ്മികതയെക്കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ ഡ്രൈ ഡേ മാറ്റാനായിട്ട് അവർ തീരുമാനമെടുക്കുന്നു. അതിനൊപ്പം തന്നെ പണപ്പിരിവ് നടത്തുന്നതിന് വേണ്ടിയുള്ള ശബ്ദലേഖനം പുറത്തു വന്നിരിക്കുന്നു. ആ രൂപത്തിൽ സത്യം പറഞ്ഞാൽ ഈ ശബ്ദരേഖ കൂടി വന്നതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ കള്ളി ഇവിടെ വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ശബ്ദരേഖയിൽ നിന്ന് എന്താണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്? ഒരു അഴിമതി എന്ന് തന്നെയാണ്. എന്താണ്? പച്ചയായ അഴിമതിയാണല്ലോ. 2.5 ലക്ഷം രൂപയെന്നല്ലേ ഈ ശബ്ദരേഖയിൽ തന്നെ കേൾക്കുന്നത്. അത് സത്യമാണ് എന്ന് വരികിൽ എത്രയോ രൂക്ഷമാണ്. കേരളത്തിൽ എത്രയോ ബാർ ഉടമകളുണ്ട്, 1000-ന് അപ്പുറത്തുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊടുത്തതാണ് 99% ബാറുകളും. ആ ബാറുകളുടെ കയ്യിൽ നിന്നാണ് ഇത് മേടിക്കണമെന്ന് പറഞ്ഞത്. എല്ലാം കൂടി വന്നാൽ എത്ര വരുമെന്ന് എല്ലാവർക്കും അറിയില്ലേ? കോടാനുകോടി രൂപയുടെ വലിയ തട്ടിപ്പും അഴിമതിയുമാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് താങ്കൾ വിചാരിക്കുന്നത്? സ്വാഭാവികമായിട്ടും വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് മൂടി വെച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ ഒരംശം പുറത്തു വന്നത്? അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളത് കൂടി പുറത്തു വരും. പുറത്തു വരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ തെളിയും. ഇതൊരു സർക്കാർ ഒന്നാകെയുള്ള ഒരു അഴിമതിയാണോ, അതോ വേറെ എന്തെങ്കിലും മന്ത്രിമാർക്ക് മാത്രം ചുരുങ്ങുന്നതാണോ? എന്താണ് താങ്കൾ അതിൽ വിചാരിക്കുന്നത്? അത് വിശദാംശങ്ങളിലോട്ട് വരട്ടെ. അങ്ങനെ ഒരു വ്യക്തിക്ക് അത് ചെയ്യാനുള്ള ധൈര്യമൊന്നും കേരളത്തിലില്ല. അപ്പോൾ ആരൊക്കെ അതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഇനിയും വരും. ഇതൊരു ചെറിയ നടപടി കൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് പോകും. അതെല്ലാം പുറത്തു വരട്ടെ. അപ്പോഴും ബാർ കേസിൽ UDFന് സർക്കാരിനെ കുറിച്ച് ഉള്ള മറു ആരോപണമായിരിക്കും ഇവർ ഉന്നയിക്കുക സ്വാഭാവികമായിട്ടും. എന്താക്ഷേപമാണ് അത്? UDFനകത്തുണ്ടായിരുന്ന ഒരു കക്ഷിയെക്കുറിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപം പറയാനൊന്നും തയ്യാറാകുന്നില്ല. പക്ഷേ സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം ദുരിതവും തുടരുന്നു. രാത്രി പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തിലെ പനമ്പള്ളി നഗറിലും ആലുവയിലും ഉൾപ്പെടെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കൊച്ചി നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് വളരെ രൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. കാരണം മഴ ശക്തമായിട്ട് തുടരുന്നു. ഇതിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കാനകൾ, ഓടകളുടേതെല്ലാം തന്നെ ഒഴുക്ക് സുഗമമാക്കൽ വലിയ രീതിയിൽ നടന്നിട്ടില്ല എന്നൊരു ആക്ഷേപം നഗരസഭയിൽ പ്രതിപക്ഷം വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുമ്പോഴാണ് അത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെ പലയിടത്തും ഈ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. ഇതിപ്പോൾ നമ്മൾ കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡാണ്. വളരെ വലിയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള, ശാസ്ത്രീയമായ രീതിയിൽ പണികഴിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന ഓടകളെല്ലാം തന്നെ ഉള്ള, വലിയ രീതിയിലുള്ള ഓടകളെല്ലാം ഉള്ള ഒരു സ്ഥലമാണിത്. പക്ഷേ ഇവിടുത്തെ ഒരു കാഴ്ച ഇതാണ്. നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ റോഡിന് അങ്ങേയറ്റം വരെയും ഇതുപോലെ
വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് തന്നെയാണ് പനമ്പിള്ളി നഗറിലും അതോടൊപ്പം തന്നെ മറ്റ് കലൂർ തുടങ്ങിയ മേഖലകളിലുമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് പരിസരം ഇവിടങ്ങളിലെല്ലാം സമാനമായ സ്ഥിതിയാണ്. മഴ ഇടയ്ക്ക് തോരുന്നതുകൊണ്ട്, മഴ ഇടയ്ക്ക് ദുർബലമാകുന്നതുകൊണ്ട് മാത്രമാണ് നഗരം വലിയ രീതിയിലേക്ക് ഈ ഗതാഗത പ്രശ്നങ്ങളിലേക്ക് മറ്റും നീങ്ങാത്തത്. എങ്കിൽ കൂടിയും ഇതുപോലുള്ള ഇടങ്ങളിലെല്ലാം തന്നെയും വെള്ളക്കെട്ട് വളരെ രൂക്ഷമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. ഇതിൽ പലയിടത്തും ഒഴുക്ക് സുഗമമാക്കാനുള്ള അടിയന്തര ഇടപെടൽ പലയിടത്തും തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇവിടെ ബ്രേക്ക് ത്രൂ പദ്ധതി, കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്ത ബ്രേക്ക് ത്രൂ പദ്ധതി അത് 4ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. എങ്കിൽ കൂടിയും നഗരം പൂർണ്ണമായും ഇതിൽ നിന്ന് വെള്ളക്കെട്ടിൽ നിന്ന് മോചിതമാകുന്നില്ല. ഈ പദ്ധതികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സംബന്ധിച്ച് ചോദ്യമുയരുന്നു. മുല്ലശ്ശേരി കനാൽ റോഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അവിടെ മുല്ലശ്ശേരി കനാൽ പദ്ധതി അത് വിസ്തൃതമാക്കുന്നത് സംബന്ധിച്ച കോടികളുടെ പദ്ധതി അതിപ്പോഴും എങ്ങും എത്താതെ തന്നെ തുടരുന്നൊരവസ്ഥയുണ്ട്. ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ വരെ നിയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ എന്താണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പഠനം എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു എവിടെ എത്തിയെന്ന്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും തന്നെയും എവിടെയും തന്നെ പൂർണ്ണമാകുന്നില്ല എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് ഈ വെള്ളക്കെട്ട് ഇപ്പോഴും കൊച്ചി നഗരത്തിൽ തുടരുന്നതിൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നത്. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ രീതിയിൽ വെള്ളക്കെട്ട് തുടരുക തന്നെയാണ്. അതിൽ കാര്യമായൊരു ഇടപെടലുകൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ് കൊച്ചിയിൽ 2 ദിവസം ശക്തമായി മഴ പെയ്തപ്പോൾ കാണുന്ന വെള്ളക്കെട്ട് ഇത് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അല്ലായെങ്കിൽ വർഷകാലം അത് കനക്കുമ്പോൾ കൂടുതൽ ദുരിതത്തിലേക്ക് കൊച്ചി നഗരവാസികൾ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലെ വിവിധയിടങ്ങളിലായി മരങ്ങൾ കടപുഴകി വീണു. സ്വരാജ് റൗണ്ടിൽ മരം വീണു. 2 പെട്ടി ഓട്ടോറിക്ഷകൾ തടഞ്ഞു. ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു. ശക്തമായ മഴയിൽ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിലെ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറ ഇളകി. കണ്ണൂർ വിമാനത്താവളത്തിന് ചുറ്റുമതിൽ തകർന്നു. വെള്ളം കുത്തിയൊഴുകി സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. പയ്യാവൂർ പാലയാട് മരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. പാലയാട് സ്വദേശി ഫ്രാൻസിസിന്റെ വീടാണ് തകർന്നത്. സംസ്ഥാനത്തെ നദികളിലും ജലനിരപ്പ് ഉയരുകയാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 100-ലധികം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കൊച്ചിയിൽ കീരേലിമലയിലെ 20 പേർ കാക്കനാട്ടെ ക്യാമ്പിലാണ്. എറണാകുളം ജില്ലയിൽ പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. വെള്ളക്കെട്ടും പല ഇടങ്ങളിലും തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. പനമ്പിള്ളി നഗർ, ആലുവ, കലൂർ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കാന ശുചീകരണം സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുണ്ട്. പക്ഷേ ശക്തമായ മഴയാണ്. മഴ ഇടയ്ക്ക് ശമിക്കുമ്പോൾ വെള്ളക്കെട്ടിന് കുറച്ച് ആശ്വാസമുണ്ടാകുമെങ്കിലും മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. വെള്ളക്കെട്ട് പൂർവാധികം ശക്തിയായി തിരിച്ചു വരികയും ചെയ്യുന്നു. എറണാകുളം ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമേ ഇതുവരെ തുറന്നിട്ടുള്ളൂ എന്നത് ഒരു ക്യാമ്പാണ് തുറന്നിട്ടുള്ളത്. ഇതിൽ കാക്കനാട് കിരേലിമലയിലെ മലയിടിച്ചിൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് 10ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കാക്കനാടുള്ള ദുരിതാശ്വാസ ക്യാമ്പാണ്. ഇവിടേക്ക് ഏതാണ്ട് 20-ലധികം പേരാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി കിരേലി മല നിവാസികൾ നേരിടുന്ന ഒരു വലിയ വിഷയങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് മഴ കനക്കുമ്പോൾ അല്ലാത്ത സാഹചര്യത്തിൽ ന്യൂനമർദ്ദങ്ങൾ അല്ലാതെയും മഴ ശക്തി പ്രാപിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഇവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മണ്ണിടിച്ചിൽ വളരെ ശക്തമായ ഭീഷണി അവർക്ക് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സാധനങ്ങളുമായി അവരോട് മാറാൻ നിർദ്ദേശം നൽകും. തുടർന്ന് ഇതുപോലുള്ള ക്യാമ്പുകളിലേക്കാണ് അവർ സജ്ജീകരിക്കുക. ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകൾ വളരെ പെട്ടെന്ന് സജ്ജമാക്കും. അതോടൊപ്പം തന്നെ ഇവർക്ക് ശാശ്വതമായൊരു പുനരധിവാസ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ എപ്പോഴാണ് ഇവിടേക്ക് എത്തിയത്? ഇന്നലെ വൈകിട്ട്. അവിടുന്ന് ഏതാണ്ട് മുഴുവനായും പേരെയും മാറിയോ അവർ? ഞങ്ങൾ ബാക്കിയുള്ള 2 പേര് ബന്ധുക്കളുടെ വീട്ടിലോട്ടാണ് പോയേക്കണം. ബാക്കി എല്ലാവരും ക്യാമ്പിലോട്ട് പോകും. എന്തെങ്കിലും അസൗകര്യങ്ങൾ ഇന്നലെ വന്നപ്പോൾ? ഇല്ല, കുഴപ്പമൊന്നുമില്ല.
എന്നത്തേക്ക് മഴ കുറയുന്നതനുസരിച്ച് തിരിച്ചു പോകാമെന്നാണോ എപ്പോഴും? അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. മഴ കുറയുമ്പോൾ ഇവരെ തിരിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് എല്ലായ്പ്പോഴും ഉള്ളത്. നിലവിൽ രാവിലെ ഇന്നലെ വൈകുന്നേരം ഇവിടേക്ക് എത്തുമ്പോഴുള്ള ഒരു അടിസ്ഥാന പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ചേച്ചി ഇന്നലെയാണോ എത്തിയത് ക്യാമ്പിലേക്ക്? അതെ, ഇന്നലെ വൈകുന്നേരം ഞങ്ങളൊരു 6 മണിയായപ്പോൾ എത്തി. പിന്നെ ഞങ്ങൾ ഈ വർഷങ്ങളോളം 10-22 വർഷമായി ഞങ്ങൾ ഈ ക്യാമ്പിലേക്ക് വരും പോക്കൊക്കെ നടന്നു. ഞങ്ങളുടെ കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ പൊയ്ച്ചറ കുളത്തിൽ കാക്കനാട് തന്നെ പൊയ്ച്ചറ കുളത്തിൻ്റെ അടുത്ത് 3 സെൻറ്റ് സ്ഥലം കിട്ടി. ഞങ്ങൾക്ക് പട്ടയം കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് വീട് പണി ഞങ്ങൾക്ക് ഒന്നും ആയിട്ടില്ല. അത് കാരണം ഞങ്ങൾ ആടെ കർഷകരുടെ സങ്കടത്തിനും കിടക്കുന്ന ആൾക്കാരാണ്. ഈ മഴക്കാലം വരുമ്പോൾ ഞങ്ങൾ മാറ്റും. പിന്നെ ഒരു വെയിൽ കാണുമ്പോൾ തിരിച്ചു പോകും. ഇത് തന്നെ ഞങ്ങൾ 10-22 വർഷമായിട്ട് ഞങ്ങൾക്ക് എടുക്കുന്ന അനുഭവമില്ല. അപ്പോൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നാൽ 1000 നന്ദി ഞങ്ങൾക്ക് സാറന്മാരോട്. കാര്യങ്ങൾ വന്നെന്ന് വെച്ചാൽ ഭക്ഷണത്തിനൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ കിടക്കണ ഒരു സുരക്ഷിതമല്ല. അതിന് ബാത്റൂമിൽ പോകാനൊട്ട് ഒരു സൗകര്യമില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ മഴക്കാലം വരുമ്പോൾ മഴ തുടങ്ങിയിട്ടുള്ളൂ. ഈ മഴക്കാലം തീരുന്ന വരെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ സുരക്ഷിതമായി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരം എന്ന് ഞങ്ങൾ സാറന്മാരോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇവരെ ഒഴിപ്പിക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് ചില അസൗകര്യങ്ങളും പരിമിതികളും എല്ലാം തന്നെ ആ ക്യാമ്പുകളിൽ നേരിട്ടിട്ടുണ്ട്. അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അവർക്കുള്ളൊരു പുനരധിവാസ പദ്ധതി അടക്കം തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുക എന്നത് തന്നെയാണ്. ഇവിടുത്തെ ഓരോ ക്ലാസ് മുറിയും ഇങ്ങനെ ഓരോ കുടുംബങ്ങൾക്കുള്ള ഒരു പുനരധിവാസ ഇടങ്ങളായിട്ട് അവശേഷിക്കുകയാണ്. ചേട്ടാ ഇന്നലെ എത്തിയതാണോ? ഇന്നലെ 5 മണി സർജറി കഴിഞ്ഞിട്ട് ഇപ്പം 2 മാസമേ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. അവൻ്റെ കട്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞാണ് അങ്ങോട്ട് പോകുന്നു. പക്ഷെ ഫുൾ വെള്ളം മഴച്ചാട്ടിലൊക്കെ ആയിരുന്നു. ഭയങ്കര കാറ്റുണ്ടായിരുന്നല്ലോ ഇന്നലെ. അങ്ങനെ ബുദ്ധിമുട്ടാണ്. പിന്നെ നിവർത്തിയേട് കൊണ്ട് വന്ന് പോണതാണ്. എല്ലാവരെയും പ്രതികരണങ്ങൾ ഈ രീതിയിൽ തന്നെയാണ്. കാരണം എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങുക. അപ്പോഴും അത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എങ്കിലും തങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്ത പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കേരള തീരത്ത് കടലാക്രമണം രൂക്ഷമാണ്. ശക്തമായ തിരയിലും കാറ്റിലും കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറത്ത് ബോട്ട് തകർന്നു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ കാര്യമായ മാറ്റമുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം, വയനാട് ജില്ലകൾ ഒഴികെ മറ്റ് 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറി നാളെയോടെ ചുഴലിക്കാറ്റായി മാറിയേക്കും. ഷംന വിവരങ്ങൾ നൽകും. ഷംന, ഇന്ന് റെഡ് അലർട്ടുള്ള ചില ജില്ലകളുണ്ടായിരുന്നു. അതിപ്പോൾ ഓറഞ്ച് അലർട്ടായി മാറിയ പശ്ചാത്തലമുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം വരും ദിവസങ്ങളിൽ? മഴ ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ, വിവിധ ജില്ലകളിൽ തുടരുകയല്ലേ? തീർച്ചയായും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം 3 ജില്ലകളിലല്ല 7 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഇന്നലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് പിൻവലിച്ചതിന് ശേഷമാണ് രാവിലെ ഓറഞ്ച് അലേർട്ട് 3 ജില്ലകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിപ്പോൾ 7 ജില്ലകളിലായി ഓറഞ്ച് അലേർട്ട് ഉണ്ട് എന്നാണ് പുതിയ മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം
അറബിക്കടലിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴി ശക്തമായി തന്നെ തുടരും. നാളെയോടുകൂടി അത് ഈ ചക്രവാത ചുഴി ശക്തമായ ചക്രവാത ചുഴിയായി രൂപം കൊള്ളുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഒപ്പം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദവും ഇന്ന് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഓറഞ്ച് അലേർട്ട് ഇപ്പോൾ നിലവിൽ 7 ജില്ലകളിൽ ഉണ്ട് എന്നതാണ് പുതിയ മുന്നറിയിപ്പ്. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് ബന്തെടുക്കയിൽ യുവാവിനെ ഓവുചാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വർക്ക്ഷോപ്പ് ഉടമയായ രതീഷാണ് മരിച്ചത്. സ്കൂട്ടർ നിർത്തിയിടുന്നതിനിടയിൽ കാൽ തെന്നി ഓവുചാലിൽ തലയിടിച്ച് വീണതായിരിക്കുമെന്നാണ് നിഗമനം. സംഭവത്തിൽ ബേഡകം പോലീസ് കേസെടുത്തു. ആലപ്പുഴയിൽ വെള്ളക്കെട്ടുകളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി മന്ത്രി പി പ്രസാദ്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമുണ്ടാകുന്ന വെള്ളക്കെട്ടുകളാണ് അപകടമുണ്ടാക്കുന്നത്. ഇതിന് പരിഹാരമായി താൽക്കാലികമായി കൾവർട്ടുകൾ സ്ഥാപിച്ച് വെള്ളം നീക്കാനാണ് നിർദ്ദേശം. മഴ കനത്ത സാഹചര്യത്തിൽ തോട്ടപ്പള്ളി പൊഴി മുറിക്കാനും തീരുമാനമുണ്ട്. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിച്ചു. ഐന്തരുവി, പഴയ കുറ്റാലം, പുളിയരുവി, ചിറ്റരുവി എന്നിവിടങ്ങളിലെ നിരോധനമാണ് പിൻവലിച്ചത്. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കുറ്റാലം പ്രധാന വെള്ളച്ചാട്ടത്തിൽ നാളെ മുതലേ പ്രവേശനമുണ്ടാകൂ. നിരോധനം പിൻവലിച്ച സാഹചര്യത്തിൽ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. സാങ്കേതിക തകരാറുണ്ടായതിനെ തുടർന്ന് തീർത്ഥാടകർ ഉൾപ്പെടെ 7 പേരുമായി ഹെലികോപ്റ്റർ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ അടിയന്തരമായി ഇറക്കി. ഹിമാലയൻ ക്ഷേത്രത്തിലെ ഹെലിപാഡിന് ഏതാനും മീറ്ററുകൾ അകലെയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അടിയന്തരമായി ഹെലികോപ്റ്റർ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സാങ്കേതിക തകരാറായിരുന്നു കാരണം ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കുന്ന പശ്ചാത്തലം ഉണ്ടായി. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് ഈ സംഭവം ഉണ്ടായത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. കേദാർനാഥിൽ അടിയന്തരമായി ഹെലികോപ്റ്റർ ഇറക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്കറിയാം, വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ. ഇതൊരു വലിയ ദുരന്തം, വലിയൊരു അപകടം ഒരുപക്ഷെ സംഭവിക്കുമായിരുന്നു. അതിൻ്റെ യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് അത്തരമൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ കൂടുന്നവരൊക്കെ ഓടി മാറുന്നതും മറ്റും. MG മിഥുൻ, ദൃശ്യങ്ങൾ തന്നെ ഭീതിജനകമാണ്. എന്താണ് സംഭവിച്ചത്? യാത്രക്കാർക്ക് പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. 6 തീർത്ഥാടകർ ഉൾപ്പെടെ ഒരു പൈലറ്റുമായിരുന്നു ആ ഒരു ചോപ്പറിൽ ഉണ്ടായിരുന്നത്. രാവിലെ പുലർച്ചയോട് കൂടിയാണ് കേദാർനാഥിലേക്ക് സിർസി ഹെലിപ്പാഡിൽ നിന്ന് കെസ്ട്രൽ ഏവിയേഷൻ കോയുടെ ഹെലികോപ്റ്റർ പുറപ്പെടുന്നത്. ഏകദേശം 100 മീറ്റർ അകലെ ഈ കേദാർനാഥ് ഹെലിപ്പാഡിന് 100 മീറ്റർ അകലെ വെച്ചാണ് ഇതിന് സാങ്കേതിക തകരാറുണ്ടാകുന്നത്. പിൻഭാഗത്തെ മോട്ടറിൽ ആണ് ഈ സാങ്കേതിക തകരാറ് കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് ചോപ്പർ നിയന്ത്രണം വിടുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത്. സമീപത്തുള്ള ആ ചതുപ്പിലേക്ക് അടിയന്തരമായി തന്നെ ചോപ്പർ ഇറക്കുന്ന ദൃശ്യങ്ങളാണ്. ഏകദേശം 100 മീറ്റർ കൂടി എത്തിയാൽ ഈ കേദാർനാഥിലെ ഹെലിപ്പാഡിലേക്ക് ഈ സഞ്ചാരികളുമായി ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ നിയന്ത്രണം വിടുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. തുടർന്ന് ഹെലികോപ്റ്റർ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നിയന്ത്രണ വിധേയമാക്കാൻ പൈലറ്റ് പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് തന്നെയാണ് അവിടേക്ക് തന്നെ സമീപ പ്രദേശത്തേക്ക് തന്നെ ലാൻഡ് ചെയ്യിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പൈലറ്റ് എത്തിയതെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. രാവിലെ 7:05 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 6 തീർത്ഥാടകരായിരുന്നു കോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഒരു പൈലറ്റും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. 7 പേരും സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, സമീപകാലത്താണ് കേദാർനാഥ് ക്ഷേത്രം തുറന്ന് വലിയ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം തന്നെയാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്കായി നിജപ്പെടുത്തി, അതായത് പാസിംഗ് സൗകര്യങ്ങളൊക്കെ നിജപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ പാസ് മൂലം മാത്രമാണ് ഈ തീർത്ഥാടകരെ ഇവരേക്ക് എത്തിക്കുന്നത്. അതിനുവേണ്ടി ചോപ്പർ സൗകര്യം ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ ഈ ഹിമാലയൻ മലനിരയിലേക്കൂടെ കടന്നു വരുന്നതാണ് ഈ ഒരു ചോപ്പറിലൂടെയുള്ള യാത്ര. ആ മേഖലയിൽ വെച്ച് ഈ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരുന്നു എങ്കിൽ ഈ 7 പേരുടെയും ജീവന് വലിയ ആപത്തുണ്ടാകുമായിരുന്നു. വലിയൊരു ദാരുണമായ സംഭവത്തിലേക്ക് പോകുമായിരുന്നു. എന്തായാലും ഭാഗ്യവശാൽ ഈ 7 പേർക്കും മറ്റൊന്നും സംഭവിക്കാതെ സുരക്ഷിതമായി തന്നെ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും സമീപത്തെ ചതുപ്പിലേക്ക് തന്നെ അടിയന്തരമായി ഇറക്കാനുള്ള പൈലറ്റിന്റെ തീരുമാനം അത് ബലം കണ്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. രഞ്ജിത്ത്, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. കേദാർനാഥിലുണ്ടായ ഒരു പക്ഷേ ഉണ്ടാകാമായിരുന്ന വലിയൊരു ദുരന്തം, അത്
ഭാഗ്യം കൊണ്ട് അതിലേക്ക് കടന്നില്ല. ഹെലികോപ്റ്റർ നിയന്ത്രണം വിടുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടെ കൂടെ നിന്നവർ പോലും ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കിയില്ല. പിന്നീട് ഹെലികോപ്റ്റർ ഇങ്ങനെ കിടന്ന് കറങ്ങിയപ്പോഴാണ് സാങ്കേതിക തകരാറാണ്, ഹെലികോപ്റ്റർ നേരാവണ്ണം ലാൻഡ് ചെയ്യുന്ന പശ്ചാത്തലത്തിലല്ല എന്ന് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും മനസ്സിലാക്കും. തുടർന്ന് ഹെലികോപ്റ്റർ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, യാത്രക്കാർക്ക് കാര്യമായ പരിക്കുകൾ ഏൽക്കാതെ കാര്യങ്ങൾ ശുഭമായി പര്യവസാനിച്ചു എന്ന് വേണം കരുതാൻ. മറ്റൊരു പ്രധാന വാർത്തയിലേക്കൊന്ന് കടക്കണം. പണം പിരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ശബ്ദരേഖയിൽ അന്വേഷണം ആവശ്യപ്പെട്ട എക്സൈസ് മന്ത്രി എം പി രാജേഷ് DGPക്ക് മന്ത്രി കത്ത് നൽകി. വി അരുൺ ചേരുന്നു. അരുൺ, സർക്കാർ ഒടുവിൽ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട നീക്കത്തിലാണ്, കത്ത് നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും അന്വേഷണം തുടങ്ങും പോലീസ്. അരുൺ കേൾക്കാമോ? DGPക്ക് മന്ത്രി കത്ത് നൽകി. പുറത്തു വന്ന ശബ്ദരേഖ അടക്കം അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ബാർ ഉടമകളുടെ പണപ്പിരിവിനെ കുറിച്ച് അന്വേഷിക്കണം, ശബ്ദ സന്ദേശത്തെക്കുറിച്ചാണ് അന്വേഷിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെടുന്നു. അരുൺ, വിവരങ്ങൾ. ഇത് സർക്കാർ നീക്കം ശക്തമാക്കുകയാണ്. ബാർക്കോഴ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. ഈ ശബ്ദരേഖ അടക്കം അന്വേഷിക്കണം, ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന വിലയിരുത്തലാണ് സർക്കാർ. അതുകൊണ്ടാണ് സർക്കാർ ഇത്തരം അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുക്കുന്നത്. രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. അന്വേഷണം ആവശ്യപ്പെടും. സർക്കാരിൻ്റെ പേര് പറഞ്ഞ് പണം പിരിക്കാൻ ആരും തയ്യാറായാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിലാണ് സർക്കാർ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. വൈകാതെ സംസ്ഥാന പോലീസ് മേധാവി ഈ മന്ത്രിയുടെ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച വേണ്ട, ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വിഷയമായി ഇത് മാറും, അത് സർക്കാരിന് തിരിച്ചടിയാകും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഒരു പടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടുള്ള ഇത്തരമൊരു ആക്രമണ തന്ത്രം സ്വീകരിക്കുന്നത്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ബാർ ഉടമകളുടെ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ തുടങ്ങിയ വിവാദം, പുറത്തു വന്ന ശബ്ദം, ഇത് പോലീസ് അന്വേഷിക്കാൻ ഒരുങ്ങുന്നു. ഇടുക്കി വട്ടവടയിൽ ചിലന്തിയാറിന് കുറുകെയുള്ള തടയണ നിർമ്മാണം നിർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ കത്ത്. തമിഴ്നാട്ടിലെ കർഷകർക്ക് ഇതിൽ ആശങ്കയുണ്ട്. അമരാവതി നദിയിലെ നീരൊഴുക്ക് ഗണ്യമായി കുറയുന്ന സാഹചര്യമുണ്ട്. പദ്ധതി വിശദാംശങ്ങൾ തമിഴ്നാട് സർക്കാരിനോ കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിക്കോ നൽകിയിട്ടില്ല. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ നിലനിർത്താൻ പ്രവൃത്തി നിർത്തിവെക്കേണ്ടതുണ്ടെന്നും കത്തിൽ പറയുന്നു. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് പ്രതി പിടിയിലായത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് ബന്ധപ്പെട്ടതോടെയാണ് പിടികൂടാൻ സാധിച്ചത്. KV ബൈജു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവെക്കും അല്പസമയത്തിനകം തന്നെ. ഈ CCTV ദൃശ്യങ്ങൾ, നേരത്തെ News 18 ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ബൈജു, വിവരങ്ങൾ. രഞ്ജിത്ത്, ഏറ്റവും നിർണായകമായത് ഇയാൾ ബന്ധുവിനെ ഫോൺ വിളിച്ചതാണ്. ഈ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ആന്ധ്രാപ്രദേശിലുണ്ടെന്ന കാര്യം അന്വേഷണ സംഘം മനസ്സിലാക്കുന്നതും പിന്നീട് അന്വേഷണ സംഘം ഇവിടെ എത്തി രഹസ്യ നീക്കത്തെ തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇയാളെ കാസർകോട്ട് എത്തിക്കും. ഇയാളുടെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം നാളെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ വിശദമായ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവും. എന്തായാലും ഈ സംഭവം നടന്ന് 10 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇയാൾ കസ്റ്റഡിയിലാവുന്നത്. ഇനി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 14 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ലൈംഗിക പീഡനം നടത്തിയതിന് കേസുണ്ട്. ഒപ്പം മടിക്കേരി, സുള്ള്യ എന്നിവിടങ്ങളിൽ മാല പിടിച്ചുപറിച്ചതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഇത്തരത്തിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. ഇയാൾ മറ്റെന്തെങ്കിലും കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സംഘം അന്വേഷിക്കും. അതിനുശേഷം ചോദ്യം ചെയ്തതിനു ശേഷം ഇക്കാര്യങ്ങളിൽ ഒരു വാർത്താ സമ്മേളനത്തോട് വിശദീകരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ പുലർച്ചെ 2:30 തട്ടിക്കൊണ്ടുപോയി അതിനീചമായി ഇത്തരത്തിൽ ലൈംഗിക പീഡനം നടത്തിയ ഒരു പ്രതി, ഇയാളെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധം ഈ പ്രദേശങ്ങളിലൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പോലീസിന് ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഇയാൾക്ക് വേണ്ടി മഹാരാഷ്ട്ര, ഗോവ,
കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ തേടിയിരുന്നു. പക്ഷേ ഇയാളെ കണ്ടെത്താനായില്ല. ഏതായാലും നിർണായകമായത് ഇപ്പോൾ ഇയാൾ വീട്ടിലേക്ക് വിളിച്ച ഈ ഫോൺ കോൾ തന്നെയാണ്. ഇത് ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു. അങ്ങനെയാണ് അന്വേഷണ സംഘം ആന്ധ്രാപ്രദേശിലേക്ക് എത്തുന്നതും ഇയാളെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നതും. ഇതിന് കൂടുതൽ വിവരങ്ങൾ ഇനി ഔദ്യോഗികമായി പോലീസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇത്രയും ഹീനമായ ഒരു അതിക്രമം നടത്തിയ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചു. പെരിയാറിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ നടപടിയുമായി ഏലൂർ നഗരസഭ മാനദണ്ഡങ്ങൾ ലംഘിച്ച കമ്പനികളുടെ പട്ടിക ആവശ്യപ്പെട്ടു. നഗരസഭ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നോട്ടീസ് അയച്ചു. സംഭവത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരത്തിനുള്ള ഫിഷറീസ് റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറിയേക്കും. മത്സ്യത്തിന്റെ ഗുണനിലവാരവും അളവും അനുസരിച്ചാകും തുക കണക്കാക്കുക. പെരിയാറിലെ മത്സ്യക്കുരുതി ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണ റിപ്പോർട്ട് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പെരിയാറിൽ സംഭവിച്ചത് എന്ത് എന്നതിനപ്പുറം ഇതിന് കാരണമായ വിഷയങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം ഇന്ന് ഏലൂർ നഗരസഭ മലിനീകരണ നിയന്ത്രണ ബോർഡിന് രേഖാമൂലം തന്നെ അവരോട് ഈ രീതിയിൽ മലിനീകരണം നടത്തിയ രാസവസ്തുക്കൾ പുറത്തേക്ക് വിട്ട കമ്പനികളുടെ പട്ടിക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൈമാറിയിട്ടുണ്ട്. അടിയന്തരം നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇപ്പോൾ കത്തടക്കം കൈമാറിയിരിക്കുന്നത്. പെരിയാറിലെ കുറ്റക്കുരുതിക്ക് ഉത്തരവാദികളായ കമ്പനികൾക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് നേരത്തെ മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഏലൂർ നഗരസഭയും നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഏലൂർ നഗരസഭയ്ക്കാണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയുക. കാരണം അവരുടെ അധീനതയിൽപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഈ കമ്പനികളടക്കം സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായ നടപടികളിലേക്ക് നീങ്ങാൻ നഗരസഭയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കമ്പനികളുടെ വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വിവിധ ഏജൻസികളെ, വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ പഠനവും റിപ്പോർട്ടുമെല്ലാം തന്നെ നടത്തുന്നത്. അതിൽ മത്സ്യ കർഷകർക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് അത് എത്രയെന്നും ഈ തുക എങ്ങനെ കൈമാറണമെന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മത്സ്യ കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. 150ഓളം കർഷകർ പെരിയാറിന്റെ ഈ തീരങ്ങളിൽ മത്സ്യകൃഷിയുമായി, കൂട് കൃഷിയുമായി ബന്ധപ്പെട്ട ഉപജീവനം നടത്തുന്നുണ്ട്. അത് പൂർണ്ണമായും രീതിയിൽ ഇല്ലാതാക്കുന്ന രീതിയിലാണ് രാസമാലിന്യം കലർന്ന വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ നഷ്ടങ്ങൾ ഒപ്പം ഇനി എത്ര കാലത്തേക്ക് പെരിയാറിൽ ഈ രീതിയിൽ മത്സ്യകൃഷി നടത്താൻ കഴിയുമെന്നത് സംബന്ധിച്ചും ഈ റിപ്പോർട്ട് വ്യക്തമാക്കണം. അതിൽ ആ ഒരു കാലയളവ് അവരുടെ നഷ്ടപരിഹാരമായി നിശ്ചയിക്കണമെന്നതും ആവശ്യമുയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം വസ്തുതകളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കൈമാറുന്നത്. അതിന് സംബന്ധിയായ കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകരുമായും ഇന്ന് ഡെപ്യൂട്ടി കളക്ടർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമെന്ന് പറയുന്നത് രാസമാലിന്യം പുറത്തേക്ക് ഒഴുകുന്ന കമ്പനികൾക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നില്ല. വ്യക്തമായ തെളിവുകൾ അടക്കം നൽകിയിട്ടും ഇതിൽ നടപടികളില്ലാതെ പോവുകയാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി റിപ്പോർട്ടിന്റെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി പോളാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. തദ്ദേശ വാർഡ് വിഭജനത്തിലെ ഓർഡിനൻസ് നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറി ബില്ല് കൊണ്ടുവരാൻ തീരുമാനം. ജൂൺ 10 തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും. സഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. തദ്ദേശ വാർഡ് വിഭജനത്തിന് ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കം പൊളിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഓർഡിനൻസ് എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യമാണ് ഗവർണർ ഉന്നയിച്ചത്. ഈ ഓർഡിനൻസുമായി സർക്കാർ സമീപിച്ചപ്പോൾ തന്നെ ചീഫ് സെക്രട്ടറിയോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയായിരുന്നു ഗവർണർ ചെയ്തത്. മാത്രമല്ല ഓർഡിനൻസ് മടക്കി അയക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓർഡിനൻസിന് അനുമതി നൽകൂ എന്ന നിലപാട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചു. തുടർന്ന് സർക്കാർ ആ പ്രതിസന്ധി മറികടക്കാൻ ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ ശുപാർശ ചെയ്താൽ ഓർഡിനൻസിന് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ സർക്കാർ അതിനു മുമ്പ് തീരുമാനമെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സമീപിക്കുകയായിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും സർക്കാരിന് ഒപ്പം നിന്നില്ല. അദ്ദേഹം തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടു. അതോടുകൂടിയാണ് ഓർഡിനൻസ് പിന്മാറാനും പകരം ബില്ല് കൊണ്ടുവരാനും സർക്കാർ തീരുമാനമെടുത്തത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കാൻ, തദ്ദേശ വാർഡ് വിഭജനത്തിന് ബില്ല് അവതരിപ്പിക്കാൻ തീരുമാനമെടുത്തു. മാത്രമല്ല നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശയും മന്ത്രിസഭാ യോഗം ചെയ്തു. ജൂൺ മാസം 10 മുതൽ ജൂലൈ അവസാന ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന വലിയ കാലയളവിലുള്ള നിയമസഭാ സമ്മേളനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൽ
തദ്ദേശ വാർഡ് വിഭജന ബില്ല് അവതരിപ്പിച്ചു പാസാക്കിയെടുക്കാൻ സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയും സർക്കാർ സഭയിലാകുമ്പോൾ പ്രതീക്ഷിക്കുന്നു. ഓർഡിനൻസിനെ മാത്രമാണ് പ്രതിപക്ഷം എതിർ നിൽക്കുമെന്ന് സർക്കാർ മനസ്സിലാക്കിയത്. ഏതായാലും ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ബില്ലായി ഇത് അവതരിപ്പിക്കപ്പെടും. മാത്രവുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനമാണ്. നിരവധി രാഷ്ട്രീയ വിഷയങ്ങളും ഈ സഭാ സമ്മേളനത്തിൽ ചർച്ചയാകും. 1200 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഉള്ള തദ്ദേശ പ്രതിനിധികളാണ് ഇപ്പോൾ ഉള്ളത്. അതിലെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ അധിക പ്രതിനിധി വീതം കുറഞ്ഞത് കൊണ്ടുവരാനാണ് സർക്കാരിൻ്റെ നീക്കം. ഏതായാലും ബാർക്കോഴ ആരോപണം അടക്കം ഉയർന്ന സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ സമ്മേളനം തികച്ചും സംഘർഷഭരിതമായി തീരുമെന്ന് ഉറപ്പാണ്. ഈ ഗവർണർ വൈകാതെ സഭ ചേരാനുള്ള സർക്കാർ തീരുമാനത്തിന് അനുമതി നൽകും. വൈകാതെ സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും. 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ 6 സംസ്ഥാനങ്ങളുടെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും 6ാം ഘട്ടത്തിൽ വിധി എഴുതും. രാകേഷ് ചേരുന്നു. രാകേഷ്, പ്രധാനപ്പെട്ട ഒരുപാട് മണ്ഡലങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ട്. നമുക്ക് ഡൽഹിയിലേക്ക് ആരോപണ പ്രത്യാരോപണങ്ങളും തെരഞ്ഞെടുപ്പ് കളത്തിലുണ്ടായ മാറ്റവുമൊക്കെ അറിയാം. എന്തൊക്കെ പ്രത്യേകതകളുണ്ട് 6ാം ഘട്ടത്തിന്? രഞ്ജിത്ത്, ഏതായാലും 428 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന 115 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ്. അതിൽ 58 മണ്ഡലങ്ങളാണ് നാളെ വിധി എഴുതുന്നത്. അതായത് യു പിയിലാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്, 14 മണ്ഡലങ്ങൾ. ഹരിയാനയിലെ 10 മണ്ഡലങ്ങൾ, ബീഹാറിലും ഒപ്പം തന്നെ ബീഹാറിൽ 8 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. ഇതുകൂടാതെ ജാർഖണ്ഡിൽ 4 മണ്ഡലങ്ങൾ, ജമ്മു കശ്മീരിലെ അനന്ത്നാഗ്, രജൌരി മണ്ഡലങ്ങൾ, ഡൽഹിയിലെ 7 മണ്ഡലങ്ങൾ, പശ്ചിമ ബംഗാളിലെ 8 മണ്ഡലങ്ങൾ, ഇങ്ങനെ 58 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഏതായാലും ആരോപണ പ്രത്യാരോപണം കൊണ്ട് ശക്തമായിരുന്നു ഈ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പും. പ്രത്യേകിച്ച് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രചാരണം നയിച്ചെങ്കിൽ മോദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, മോദിയും അമിത്ഷായും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJP പ്രചാരണം നയിച്ചത്. രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് ഡൽഹിയിൽ സഖ്യമായാണ് മത്സരിക്കുന്നത്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കനയ്യകുമാർ അടക്കമുള്ള നേതാക്കൾക്കായി, സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ ഗാന്ധി പ്രചാരണത്തിൽ ഇറങ്ങുകയും ചെയ്തു. ഒപ്പം ഹരിയാനയിൽ വലിയ പ്രതീക്ഷ BJP വയ്ക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ 10 സീറ്റുകളും BJP നേടിയതാണ്. പക്ഷേ ഇത്തവണ കർഷക പ്രതിഷേധം അവിടെ ഉണ്ട്. അപ്പോൾ അതിനു പുറമെ ജാട്ട് വിഭാഗത്തിൻ്റെ പ്രതിഷേധം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബാധിക്കുമെന്നൊരു ആശങ്ക BJPക്കുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് 4 റാലികളിലാണ് ഹരിയാനയിൽ പങ്കെടുത്തത്. അതായത് ഇന്ത്യ സഖ്യം അവിടെ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 45-ലധികം സീറ്റുകൾ NDA, BJPയും BJP ഉൾപ്പെടുന്ന NDA സഖ്യം നേടിയതാണ്. ഇന്ത്യ മുന്നണിക്ക് കാര്യമായൊരു നേട്ടം ആ മേഖലകളിലൊന്നും തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല, പശ്ചിമ ബംഗാൾ എടുക്കുകയാണെങ്കിലും തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഈ ഘട്ടത്തിൽ BJPക്കായിരുന്നു. അപ്പോൾ ആ ഒരു പ്രകടനം BJPക്ക് ഇത്തവണ ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ പ്രതീക്ഷകൾ മുന്നണികൾ ഈ ഘട്ടത്തിൽ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. 58 മണ്ഡലങ്ങളിലാണ് ഏതായാലും ഈ 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. രഞ്ജിത്ത്, ശരി. രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. ഇനി ദേശീയ വാർത്തകളുമായി ഷംന ചേരും. ഷംന, എന്തൊക്കെയാണ് ദേശീയ തലത്തിൽ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന്? നമസ്കാരം. പൂനെയിൽ അമിത വേഗതയിൽ ആഡംബര കാർ ഇടിച്ച് 2 പേർ മരിച്ച സംഭവത്തിൽ കൗമാരക്കാരനെ കാർ ഓടിക്കാൻ പിതാവ് അനുവദിക്കുകയായിരുന്നു എന്ന് ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ. മകൻ മദ്യപിച്ച അവസ്ഥയിലാണെന്നത് അവഗണിച്ച് കാർ ഓടിക്കാൻ അനുവദിച്ചെന്നാണ് ആരോപണം. പൂനെ പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ. അപകട സമയത്ത് ഡ്രൈവറും കാറിലുണ്ടായിരുന്നു. വോട്ടെടുപ്പിനിടെ ബീഹാർ സാരൻ മണ്ഡലത്തിലുണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യക്കെതിരെ കേസ്. സാരനിലെ BJP സ്ഥാനാർത്ഥിയുടെ പ്രതിനിധി മനോജ് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തല്ലിത്തകർത്ത YSR കോൺഗ്രസ് MLA പിന്നിലി രാമകൃഷ്ണ റെഡ്ഡിക്കെതിരെ ജൂൺ 5 വരെ നടപടിയെടുക്കരുതെന്ന് ഹൈക്കോടതി. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. MLA ഉടൻ അറസ്റ്റ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. മർദ്ദന പരാതിയിൽ നുണ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് സ്വാതി മലിവാൾ MP. ആം ആദ്മി പാർട്ടി നേതാക്കൾ തന്നെ അപമാനിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ വസതിയിലുള്ളപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. മർദ്ദനമേറ്റ് താൻ നിലവിളിച്ചപ്പോഴും ആരും രക്ഷിക്കാൻ എത്തിയില്ലെന്നും സ്വാതി മലിവാൾ ആരോപിച്ചു. OBC സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. 2010 ശേഷമുള്ള OBC സർട്ടിഫിക്കറ്റുകളാണ് കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയത്. OBC സർട്ടിഫിക്കറ്റുകൾ നൽകിയത് നിയമവിരുദ്ധമെന്ന് വ്യക്തമാക്കിയായിരുന്നു കോടതി നടപടി.
BJPയുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് അടക്കം കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിൽ അട്ടിമറി സാധ്യതകളില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ജനറൽ സ്റ്റാഫ് ഓഫ് ഇറാൻ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് അനുസരിച്ച് ഹെലികോപ്റ്റർ നിശ്ചയിച്ചിരുന്ന ഫ്ലൈറ്റ് റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചിരുന്നില്ലെന്ന് കണ്ടെത്തി. അപകടമുണ്ടാകുന്നതിന് 1.5 മിനിറ്റ് മുൻപ് പൈലറ്റ് ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 ഹെലികോപ്റ്ററുകളിലെ ആളുകളുമായി സംസാരിച്ചിരുന്നു. സംശയകരമായതൊന്നും സംഭാഷണത്തിൽ ഉണ്ടായിരുന്നില്ല. വെടിയുണ്ടകളുടെയും മറ്റ് സംശയകരമായ വസ്തുക്കളുടെയും സാന്നിധ്യം ഹെലികോപ്റ്ററിൽ കണ്ടെത്താനായില്ല. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6630, പവന് 53,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വേനലിൻ്റെ അതിജീവന പരീക്ഷയ്ക്ക് ശേഷമെത്തിയ മഴ. ഉഷ്ണകാലത്ത് നെയ്തു കൂട്ടിയതൊക്കെയും ഈർന്നണിയുകയാണ് മഴക്കാലത്ത്. ഹൃദുഭേദങ്ങൾ ആസ്വദിക്കുകയാണ് ഇത്തിരി പോന്ന ജീവജാലങ്ങളും. ന്യൂസ് 18 ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരി പകർത്തിയ ദൃശ്യങ്ങളോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. Climax Counting Day, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions, Indian Institute of Commerce, Lakshya, and Jain, deemed to be